ഇന്ന് ഞാൻ दूसरी इकाई മറ്റൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. दूसरी इकाई में दो बड़ा भाग हैं. एक तो प्रभात की एक कहानी घर और दूसरा रामदास मिश्र की एक छोटी कविता फूल. राजस्थान में जन्म हुआ प्रभात कवि के साथ साथ एक कहानीकार है. കവിയോടൊപ്പം തന്നെ ഒരു കഥാകൃത്ത് കൂടിയാണ് പ്രഭാത്. ഉൻകി ഏക് ചോട്ടി കഹാനി ഹെ, അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയാണ് നമ്മളിന്ന് പഠിക്കുന്ന ഗർ എന്ന് പറയുന്നത്. കലി ജോ കിൽത്തിനഹിം ആജ് കിലി കിലി സിദ്ധി. കലി എന്നാൽ ചുബക്കലി, പല്ലി. പല്ലി സന്തോഷവാനായിരുന്നില്ല. എന്നാൽ ആജ് കിലി കിലി സിദ്ധി, ഇന്ന് വളരെ സന്തോഷത്തിലായിരുന്നു. ഗിർഗിഡിനെ ഉസെ സടക്കു പാർക്കർ ആത്തേ ദേഖാത്തോ മുസ്കുരായ. ഹലോ. റോഡ് മുറിച്ച് കടന്നു വരുന്ന ചുബക്കലിയെ കണ്ട് പുഞ്ചിരിയോടെ ഗിർഗിഡിയ ഹലോ. ഹലോ. ചുബക്കലിനെ കഹ. ചുബക്കലിയും പറഞ്ഞു ഹലോ. തും യഹാം. ഗിർഗിഡ് കാ ഗല ഫൂൽക്കർ പിച്ചക. ഗിർഗിഡ് തൻ്റെ തൊണ്ട വീർത്ത് ചുരുക്കിക്കൊണ്ട് ചോദിച്ചു, നീ ഇവിടെ? തും യഹാം സേ ക്യാ മതലബ് ഹേ തുമാര? ചുബക്കലി ബോലി. ചുബക്കലി ചോദിച്ചു, തും യഹാം, നീ ഇവിടെ? സേ ക്യാ മതലബ് ഹേ, ചോദിച്ചതിൻ്റെ പൊരുളെന്താണ്? दीवार पर रहने वाले को सड़कों पर देखकर इतना तो पूछ ही जा सकता है. ഗിർഗിഡിനെ രംഗ് ബദൽത്തെ ഹുയെ കഹ. ഗിർഗിഡ് തൻ്റെ നിറം മാറ്റിക്കൊണ്ട് പറഞ്ഞു, ദീവാർ പർ രഹിനെ വാലോക്കോ, ഭിത്തിയിൽ ജീവിക്കേണ്ടവനെ സടക്കുപ്പർ ദേക്കർ, റോഡിൽ കണ്ടിട്ട്, ഇത്തനാ തോ പൂച്ച് ഹി ജാ സക്ത, ഇത്ര ചോദിച്ചു എന്ന് മാത്രം. മൈം ആജ് ഗർ ബദൽ രഹി ഹും, ഞാനിന്ന് വീട് മാറുകയാണ്. ചുബക്കലിനെ മുസ്കുരാത്തെ ഹുയെ കഹ. പുഞ്ചിരിയോടെ ചുബക്കലി പറഞ്ഞു, തും ശ്രീമാൻ ഭർഗാദ് കോ തോ സെരൂർ ജാൻതേ ഹോങ്കെ. നീ തീർച്ചയായിട്ടും ശ്രീമാൻ ഭർഗാദിനെ അറിയുന്നുണ്ടായിരിക്കുമല്ലോ. ഹം ഹം, അതെ അതെ. പകലെ ജബ് ബി ഹം മിലേ ഹെ, ഞങ്ങൾ നേരത്തെ എപ്പോൾ കണ്ടാലും തുമ്നെ ഉൻക സിക്ർ കിയാ ഹെ, അതിനെക്കുറിച്ച് പരാമർശിക്കുമായിരുന്നു. ക്യാ ഹുവാ ഉനേം, അവനെന്തു പറ്റി? ഗിർഗിഡിനെ ഗിർഗടി ആവാസ് മീൻ കഹ. ഗിർഗിഡ് തൻ്റെ ഗിർഗടി ആവാസിൽ തൻ്റെ ഓന്തിൻ്റെ ശബ്ദത്തിൽ ചോദിച്ചു. ഹുവാ കുച്ചിനഹിം ബുദ്ധു, ഡാ മടയാ, ഒന്നും ഉണ്ടായില്ല. വേ ജിസ് കിരായക്കെ കമരേമി രഗത്തെ ഥേ അബ് നഹിം രഗത്തെ. അവൻ ഏത് വാടക മുറിയിലാണോ താമസിച്ചുണ്ടായിരുന്നത്, അബ് നഹിം രഗത്തെ, ഇപ്പോൾ അവിടെ കാണുന്നില്ല, താമസിക്കുന്നില്ല. ഉനോമിനെ അപ്പന നയ ഘർ ബനാലിയാ ഹെ, അവൻ തനിക്ക് വേണ്ടി തന്നെ ഒരു പുതിയ വീട് നിർമ്മിച്ചിട്ടുണ്ട്. ചുബക്കലിനെ കഹ. ചുബക്കലി പറഞ്ഞു, തുമേം ഇസസയ്ക്ക, തുമേ നിനക്ക് ഇസസയ്ക്ക, ഇതുകൊണ്ടെന്താ? ഗിർഗിഡിയായ ഗിർഗിഡ് ഓന്ത് തൻ്റെ ഓന്തിൻ്റെ ശബ്ദത്തിൽ ചോദിച്ചു. മെരാ ജീന ദുപർ ഹോ ഗയാ ഹെ, എൻ്റെ ജീവിതം വളരെ അസഹ്യമായിരിക്കുന്നു. അവർ തും കഹിരഹേ ഹോ തുമേം ഇസസയ്ക്ക, നീ ചോദിക്കാറുണ്ടല്ലോ ഇതുകൊണ്ട് എന്താണെന്ന്. തും കഭി രഹേ ഹോത്തെ ഉൻകെ സാത്ത് ഉസ് കിരായക്കെ കമരേമേം തോ കുച്ച് സമച്ചു പാത്തേ. അവനോടൊപ്പം ആ വാടക കെട്ടിടത്തിൽ താമസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്കത് മനസ്സിലാകുമായിരുന്നു. കിത്തനെ സലീക്കേമേയും രഗത്തെ ദേഹം, നമ്മൾ എത്രയോ അന്തസ്സോടുകൂടിയിട്ടാണ് ജീവിച്ചത്. ഉൻകെ പാസ് കിതാബും കി ബഡി ബഡി അലമാരിയാം ധി, അവരുടെ പക്കൽ പുസ്തകങ്ങളുടെ വലിയ വലിയ അലമാരികളുണ്ട്. ഓ കിതാബും കി ആകെ രഗത്തെ, അവർ പുസ്തകത്തിന് മുന്നിൽ താമസിക്കുന്നു. മൈം കിതാബ് കി പീച്ചെ, ഞാൻ പുസ്തകത്തിന് പിന്നാലെ. മൈ കിത്തനി ഹി ബാർ ഉൻസെ കപ്പടവും കി ഗലിയുമേം മിലി, ഞാൻ എത്രയോ തവണ അദ്ദേഹത്തെ വസ്ത്രങ്ങൾക്കിടയിൽ കണ്ടിട്ടുണ്ട്. ബർത്തനവും കി ഗലിമേ മിലി, പാത്രങ്ങൾക്കിടയിൽ കണ്ടിട്ടുണ്ട്. ദരാസ് മാർക്കറ്റുമേ മിലി, വലിയ ചന്തയിൽ കണ്ടിട്ടുണ്ട്. ഡസ്റ്റ്ബിൻമേ മിലി, ഡസ്റ്റ്ബിനിൽ കണ്ടിട്ടുണ്ട്. ചാടുക്കെ നീച്ചെ മിലി, ചൂലിനിടയിൽ കണ്ടിട്ടുണ്ട്. ഹമേശ മുസ്കുര, എപ്പോഴും പുഞ്ചിരിയോടെ. മേരാ തജുർബ കഹ്താ ഹേ കി, എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ, ചുബക്കലിയും കെ പീച്ചെ ചാടു ലേക്കർ പടേ രഹിനെ വാലുമേം, ചുബക്കലികൾക്ക് പിന്നാലെ ചൂലുമെടുത്തു കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ ഓ നഹീം ഹേ, അവനില്ല. ഹൊത്തേ ഹേ കുച്ച് ലോഗ്, ഉണ്ട് അങ്ങനെ കുറേ ആളുകൾ. ഗിർഗിഡിനെ ഉബാസി ഹൊത്തേ ഹുയെ കഹ, കോട്ടുവായിട്ടുകൊണ്ട് ഗിർഗിഡ് പറഞ്ഞു.